ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് അംഗൻവാടിയിലേക്ക് പോവാണ് കേട്ടോ. മോൻ്റെ അംഗൻവാടിയിലേക്ക് പോവാണ്. അമൃതം പൊടി വന്നിട്ടുണ്ട്, അപ്പോൾ നമ്മളത് വാങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മോനോട് ചോദിക്കാം. നമ്മൾ എവിടേക്കാണ്? ഞങ്ങളുടെ അംഗൻവാടിയിലേക്ക് കുറച്ച് ദൂരമുണ്ട്, അപ്പോൾ ഞങ്ങൾ നടന്ന് പോവാണ് കേട്ടോ. ഏട്ടൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം ആവും, അപ്പോഴേക്കും അംഗൻവാടിയൊക്കെ അടച്ചു പൂട്ടി പോകും. അപ്പോൾ ഞങ്ങൾ നടന്ന് പതിയെ പോവാണ്. അപ്പോൾ മക്കളും ഉണ്ട്, രണ്ടുപേരും ഉണ്ട്. ഇനിയിപ്പോൾ ഈ മാസം കൂടി ഞങ്ങൾക്ക് പൊടിയുള്ളൂ. അത് കഴിഞ്ഞ് ഇനി മോനെ അംഗൻവാടിയിൽ ഇരുത്തണം. സത്യം പറഞ്ഞാൽ മോളുടെ സ്കൂളും മോൻ്റെ അംഗൻവാടിയും രണ്ടും രണ്ടിടത്താണ്. കുറേ ദൂരമുണ്ട് പോകാനായിട്ട്, രണ്ട് സ്ഥലത്തോട്ടും. ഇനി ഞാൻ കുറേ ഓട്ടം ഓടാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ മോനെ വിളിച്ചിട്ട് വേണം മോളെ വിളിക്കാനായിട്ട് സ്കൂളിലേക്കും പോകാൻ. അപ്പോൾ കുറേ എനിക്ക് നടക്കാനുണ്ടാവും. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറയണം, മോനെ അംഗൻവാടിയിലൊന്നും വിടണ്ട, മോളെ സ്കൂളിൽ മാത്രം വിട്ടാൽ മതി, രണ്ടും കൂടെ നിനക്ക് ബുദ്ധിമുട്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്ക് അവനെ അംഗൻവാടിയിൽ വിടണമെന്ന് തന്നെയാണ് കേട്ടോ ആഗ്രഹം. കുറേ കളങ്കമില്ലാത്ത ബാല്യവും ഓർമ്മകളും ഒക്കെ കിട്ടുന്നൊരു സ്ഥലം കൂടിയല്ലേ അംഗൻവാടി. അപ്പോൾ എൻ്റെ മോനെ അങ്ങനെ കുറച്ച് ഒരുപിടി ഓർമ്മകളൊക്കെ കിട്ടണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ അംഗൻവാടിയിലൊക്കെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. TV വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കുട്ടികളുള്ള അംഗൻവാടിയാണ്. ഇപ്പോൾ സ്കൂൾ അടച്ചിരിക്കുന്ന സമയമായതുകൊണ്ട് വീട്ടിൽ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഉള്ളതുകൊണ്ട് അധികം കുട്ടികളൊന്നുമില്ല. അധികം എന്നല്ല, ആരും ഇല്ല കേട്ടോ. അപ്പോൾ കുറച്ച് ദൂരം നടക്കാനുണ്ടെങ്കിലും ഞങ്ങളിങ്ങനെ കഥയൊക്കെ പറഞ്ഞ് നടക്കുകയാണ് കേട്ടോ. എന്താണ് മരം? പിന്നെ ഞങ്ങൾ അമൃതം പൊടിയും വാങ്ങി അങ്ങനെ ദേ വീട്ടിലേക്ക് തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ എൻ്റെ വീട് ഇവിടെ നിന്ന് അടുത്തായതുകൊണ്ട് ഞങ്ങൾ എൻ്റെ വീട്ടിൽ പോയിരിക്കുകയാണ് കേട്ടോ. തിരിച്ചും കൂടെ നടക്കാൻ ഈ വെയിലത്ത് വയ്യ. അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ ഇനി വന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയിരിക്കുകയാണ് കേട്ടോ. ഇനി വൈകുന്നേരം വരെ വീട്ടിലിരിക്കും. അപ്പോൾ ഏട്ടൻ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങളെ കൂട്ടിയിട്ട് പോയാൽ മതിയല്ലോ. അപ്പോൾ ഞങ്ങളിനി എൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അങ്ങനെ വീടെത്തി, അനിയത്തിയും കുട്ടികളൊക്കെ ഉണ്ട്. അവരുള്ളത് കൊണ്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്. അല്ലെങ്കിൽ നേരെ ഞങ്ങൾ കുറച്ച് വെയിലാണെങ്കിലും വീട്ടിലേക്ക് തന്നെ പോകും. ഇവിടെ ആരും ഉണ്ടാവില്ല, അമ്മ പണിക്ക് പോകണതുകൊണ്ട് ഇവിടെ ആരും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് വെയിൽ കൊണ്ടാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് അങ്ങനെ വീട്ടിലേക്ക് തന്നെ പോകും കേട്ടോ. സാധാരണ അമൃതം പൊടി വാങ്ങുമ്പോൾ അങ്ങനെ ചെയ്യാറുള്ളത്. ഇന്നിപ്പോൾ ഇവിടെ ഇവരുള്ളതുകൊണ്ട് ഇരുന്നതാണ്.